ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ടോ? വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് വ്യക്തമായ ഉത്തരം? തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടികളാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾക്ക് സാധ്യതകൾ ഏറെയുണ്ട് എന്ന് ഞങ്ങൾ പറയാൻ കാരണം. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു, രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകൾ, VVPATകൾ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളത്. അതായത് പ്രഗത്ഭരായിട്ടുള്ള എഞ്ചിനീയേഴ്സ്, അവര് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തമായ രീതിയിലുള്ള സംവിധാനങ്ങളിൽ തന്നെയാണ് EVM മെഷീനുകളുടെ ജോലികൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുതാര്യതയിൽ ആരും കൈകടത്തേണ്ടതില്ല. അത് എല്ലാവർക്കും പരിപൂർണതയോടുകൂടി വിശ്വസിക്കാമെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. എന്നാൽ ഈ വാദം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ള വ്യക്തമായ ഉത്തരമാണ് ദ ക്വിൻഡ്, ദ വൈറ് പോലെയുള്ള മാധ്യമങ്ങൾ നൽകിയ വിവരങ്ങൾ മനസ്സിലാക്കുന്നുള്ളത്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തെറ്റ് എന്ന് പറയാൻ വ്യക്തമായ കാരണമുണ്ട്. ECIL, ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, EVMന്റെ നിർമ്മാണ സമയത്ത് അവരുടെ ലിസ്റ്റിലുള്ള എഞ്ചിനീയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസ യോഗ്യതയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പുറത്തു നിന്നുള്ള ചില കമ്പനികളിൽ നിന്ന് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നാണ് EVM മെഷീന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത് EVM മെഷീനുകളിൽ അട്ടിമറി നടത്താൻ ഈ എഞ്ചിനീയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല? T&M എന്ന കമ്പനിയിൽ നിന്നും കൊണ്ടുവന്ന ആളുകൾ എത്രത്തോളം വിശ്വാസ യോഗ്യരായിട്ടുള്ള ആളുകളായിരിക്കും? അവർക്കെന്തും ചെയ്യാം. ഇതിനകത്തുള്ള സിസ്റ്റമിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാം. എന്തും ചെയ്ത് അവർക്ക് EVM മെഷീനെ മുന്നോട്ട് വെക്കാം. ആ EVM മെഷീന്റെ അകത്ത് ഏത് രീതിയിലുള്ള തട്ടിപ്പുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ അപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വിശ്വാസയോഗ്യരായിട്ടുള്ള ഒരു കാരണവശാലും EVMന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ പോലും ബന്ധപ്പെട്ടവർ തന്നെയാണ് EVMന്റെ നിർമ്മാണത്തിൽ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഇവിടെ പൊട്ടിപ്പൊളിയുകയാണ്. മറിച്ച് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും കടന്നു വന്ന എഞ്ചിനീയേഴ്സാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച EVMന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയത്. ഇത് എത്രത്തോളം വലിയ ഒരു വീഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു വലിയ തകർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സൂചനകൾ തന്നെയാണ് രാജ്യത്തെ EVM മെഷീനുകൾക്കകത്ത് അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങളെപ്പോലെയുള്ളവർ തുറന്നു പറയാനുള്ള കാരണം. വിവരങ്ങളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ലഭിച്ച വിവരങ്ങൾ വ്യക്തമായ സൂചനകൾ നൽകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് EVM മെഷീനുകൾക്കകത്ത് അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നു എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല, അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യവുമല്ല. എന്നാൽ ചിലയിടങ്ങളിൽ ഇവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവർ മുന്നോട്ട് വന്നു എന്നുള്ളതിന് ചില തെളിവുകൾ ലഭിക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? എന്തായാലും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം തെളിയിക്കുന്നത് ഇത്തരം സൂചനകളിലേക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്. Podcast.